ശബ്ദ ന്യൂസിലേക്ക് സ്വാഗതം. എന്നോടൊപ്പമുള്ളത് ഡോക്ടർ CK ഷമീമാണ്. ഓഗസ്റ്റിൽ പബ്ലിഷ് ചെയ്യാനിരിക്കുന്ന ദ കോമ്പസ് ആൻഡ് ദി മാപ്പ് സ്റ്റോറീസ് ഓഫ് നാവിഗേഷൻ എന്ന പുസ്തകത്തിൻ്റെ ഓതറാണ് ഡോക്ടർ CK ഷമീം. ജീവിതത്തിൽ ഇൻസ്പയർ ചെയ്യുന്ന, മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരുപാട് ലൈഫ് അനുഭവങ്ങളെ ഇവിടെ ഉൾക്കൊള്ളിച്ചു കൊടുക്കുന്ന ഈ പുസ്തകം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവാണ് ഇതിന് അവതാരിക എഴുതിയിരിക്കുന്നത്. ഈ പുസ്തകത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഡോക്ടർ CK ഷമീം നമ്മോട് പങ്കുവെക്കുന്നത്. ഈ പുസ്തകം ഓഗസ്റ്റിൽ പ്രസിദ്ധീകരിക്കാനിരിക്കുകയാണല്ലോ, അതിന് കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് പറയാം. പുസ്തകം ഒന്ന് ഇംഗ്ലീഷിലാണ്. കുറേ കാലമായിട്ടുള്ള വലിയൊരു ആഗ്രഹം അതൊരു പുസ്തകമായി ഈ ഓഗസ്റ്റ് മാസം അവസാനത്തോടു കൂടി ഡൽഹിയിൽ വെച്ച് പ്രകാശനം ചെയ്യാണ്. ഇതുമായി ബന്ധപ്പെട്ട് കുറേ പേര് എന്നോട് ചോദിക്കുകയുണ്ടായി, നമ്മൾ മലയാളിയാണല്ലോ, എന്തുകൊണ്ട് മലയാളത്തിൽ പുസ്തകം വരുന്നില്ല, ഇംഗ്ലീഷിൽ ആലോചിക്കുന്നു, എന്തുകൊണ്ട് ഇംഗ്ലീഷിലേക്ക് പുസ്തകം എഴുതുന്നു. പുസ്തകം ഈ ഓഗസ്റ്റ് മാസം അവസാനത്തോടു കൂടി ഡൽഹിയിൽ വെച്ച് പ്രകാശനം ചെയ്യും. ഒരുപാട് കാലത്തെ ഒരു ആഗ്രഹമാണ് ഒരു പുസ്തകം എഴുതണം, ഇറക്കണമെന്നുള്ളത്. ഇപ്പം അതിനൊരു അനുകൂല സാഹചര്യവും വന്നു ചേർന്നിരിക്കുകയാണ്. ദി കോമ്പസ് ആൻഡ് ദി മാപ്പ് സ്റ്റോറീസ് ഓഫ് നാവിഗേഷൻ എന്നുള്ളതാണ്. കോമ്പസ് നമുക്കറിയാം, അതൊരു പോയിന്റിൽ കറക്റ്റായിട്ട് ലോകം വളരെ വിശാലമാണ്, 190 രാജ്യങ്ങളുണ്ട്. നമുക്ക് നമ്മുടെ ഒരു സഞ്ചാര മാപ്പ് ഉണ്ടാവും. ഗൂഗിൾ മാപ്പ് എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ ഒരു ലക്ഷ്യത്തിലേക്കുള്ള ഒരു സഞ്ചാരം, ജനിച്ചത് മുതൽ ഇതുവരെയുള്ള ആ സഞ്ചാരത്തിനിടക്ക് നമ്മൾ കൊണ്ടുപോയി കൊത്തുന്നതാണ് നമ്മുടെ കോമ്പസ്. സ്റ്റോറീസ് ഓഫ് നാവിഗേഷൻ, അതിൻ്റെ മീനിങ് വരുന്നത് നമ്മുടെ സഞ്ചാരത്തിൻ്റെ കഥകളാണ്. അത് 12 പാർട്ടാണ്. ആ 12 പാർട്ടിൽ എൻ്റെ ലൈഫിൽ നിന്നും അടർത്തിയെടുത്തിട്ടുള്ള ചില ലെവലുകളുണ്ട്. ആ സ്റ്റേജുകളൊക്കെ അതിൽ കണ്ടൻ്റായിട്ട് വരും, ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് മലയാളത്തിൽ ഇറങ്ങോ അതിൻ്റെ തർജ്ജമ വരുമോ എന്നുള്ളതൊക്കെ ഒരുപാട് പേര് ചോദിച്ചിരുന്നു. ഒന്നാമത് നമ്മളൊരു മലയാളി ആയതുകൊണ്ട് ഒരു മലയാളി ഓതർ അതാരാണ്, ഫേമസ് ആണോ, അവരറിയപ്പെടുന്ന എഴുത്തുകാരോ മറ്റോ ഒക്കെ ആണെങ്കിൽ മാത്രമേ അവരുടെ പുസ്തകങ്ങൾ കേരളത്തിലെ മലയാളി ജനങ്ങൾ വായിക്കുന്നുള്ളൂ. അതിലപ്പുറം ഇംഗ്ലീഷ് റീഡേഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ കണ്ടന്റ് നോക്കിയിട്ടാണ് ആളുകൾ വായിക്കുന്നത്. അതിൻ്റെ ഓതർ ഫേമസ് ആണോ എന്ന് നോക്കിയിട്ടല്ല. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നവാഗതനാണ്, ഈ മേഖലയ്ക്ക് ആദ്യമായി കടന്നു വരുന്ന ഒരു ചെറിയൊരു എഴുത്തുകാരൻ. ഇപ്പം തീർച്ചയായിട്ടും അത് ഇംഗ്ലീഷിൽ വരുമ്പം സ്വീകരിക്കപ്പെടും. ഏറ്റവും കൂടുതലും ഇംഗ്ലീഷ് റീഡേഴ്സാണ് ലോകത്തുള്ളത്. ഇന്ത്യക്കപ്പുറമുള്ള രാജ്യങ്ങളിലേക്കും ഞാനിന്ന് പ്രതീക്ഷ വെക്കുന്നു. കാരണം ഈ ലൈഫ് സ്റ്റോറിയിൽ ഒരുപാട് അന്യ ഭാഷക്കാരായിട്ടുള്ള ആളുകൾ എൻ്റെ ഈ കഥകളിൽ പല സമയങ്ങളിൽ കടന്നു വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ, അപ്പോൾ അവർക്ക് കൂടി വായിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇംഗ്ലീഷ് ലാംഗ്വേജ് ആയിരിക്കും നന്നാവുക. ഈ പുസ്തകത്തിൻ്റെ പ്രധാന സന്ദേശം എന്താണ്? ഒന്ന്, നമ്മുടെ എൻ്റെ ഒരു ജീവിത സാഹചര്യത്തിൽ പഠനകാലത്ത് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം മാസ്ലോ തിയറി എന്ന് പറയുന്ന ഒരു തിയറി ഉണ്ട്. അദ്ദേഹത്തെ ഒരു സൈക്കോളജിസ്റ്റാണ്, അമേരിക്കക്കാരനാണ്. 1908 അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. 1950 കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിന് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു പുസ്തകം, ആ പുസ്തകത്തിൽ അദ്ദേഹം 5 പോയിന്റുകൾ പറയുന്നുണ്ട് ഓരോ മനുഷ്യൻ്റെയും ജീവിത സ്റ്റൈലിനെ കുറിച്ചിട്ട്. അതിലൊന്ന് ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറയുന്നതാണ്. അത് പട്ടിണി മാറ്റുക എന്നുള്ളതാണ്. അതിനുശേഷം അവനൊരു വസ്ത്രം ധരിക്കുക, അതിനുശേഷം അവന് വീട് വേണം, അത് കഴിഞ്ഞാൽ പിന്നെ അവന് ജോലി ചെയ്യണം, ജോലി ചെയ്തിട്ട് വരുമാനം നേടണം, പിന്നെ കുടുംബമായി ജീവിക്കണം. അതും കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു വിദ്യാഭ്യാസം വേണം, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ അംഗീകാരം വേണം. അംഗീകാരം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നല്ല പോസ്റ്റ് വേണം, ഡെസിഗ്നേഷൻ വേണം എന്നുള്ള, അത് ചിലപ്പം അമിതമായ ആഗ്രഹം ഉണ്ടാവാം, ചെറിയ ആഗ്രഹങ്ങൾ ഉണ്ടാവാം. പക്ഷെ ഇപ്പോൾ ഒക്കെ കൂടുതൽ ആളുകളും അവർ റെസ്പെക്റ്റ് മറ്റുള്ളവരിൽ നിന്നും ആഗ്രഹിക്കുകയാണ്. നമ്മൾ തിരിച്ചാണ് കൊടുക്കേണ്ടത്, നമ്മൾ ബഹുമാനം തിരിച്ച് കൊടുക്കുക വേണ്ടത്. പക്ഷെ ആളുകളൊക്കെ എന്നെ ബഹുമാനിക്കണം എന്ന ചിന്തയിലേക്ക് ചുരുങ്ങുന്നുണ്ട് ചില ആളുകൾ. അപ്പം അങ്ങനെ വരുമ്പോൾ ആ നാട്ടിൽ വലിയൊരു മൂവ്മെൻറ്റ് ഉണ്ടാവാൻ സാധ്യതയില്ല. നാട്ടിൽ വലിയ മാറ്റങ്ങളോ അല്ലെങ്കിൽ നവോത്ഥാന മാറ്റങ്ങളോ വിദ്യാഭ്യാസ വിപ്ലവമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം അവനും അവൻ്റെ കുടുംബവും ഞാനും എൻ്റെ വീട്ടുകാരും എന്ന ചിന്തയിലേക്ക് ചുരുങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഒരു
സോഷ്യലിസ്റ്റ് പ്രവർത്തകൻ എന്ന നിലക്ക് അതിലൊരു വലിയ മാറ്റം കൊണ്ടുവരേണ്ട ആവശ്യകത എനിക്കുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പം ഒരു ചാപ്റ്ററിൽ അത് തീർച്ചയായിട്ടും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ സൈക്കോളജിക്കൽ നീഡ്, സൈക്കോളജിക്കൽ നീഡ്സ് കഴിഞ്ഞാൽ ഓരോ സ്റ്റേജ് മാറി മാറി വരുമ്പം എസ്റ്റീം നീഡ്സിലേക്ക് വരുന്നുണ്ട്. ഈ എസ്റ്റീം നീഡ്സ് ഇത് ഇപ്പം നമ്മുടെ ഓരോ പ്രാദേശിക നാടുകളിലും ആളുകൾക്ക് വലിയ വലിയ സ്ഥാനങ്ങൾ ആഗ്രഹമുള്ള ഒരു കാലഘട്ടം. അങ്ങനെ വരുമ്പം അതിൽ മറ്റുള്ള കുറേ പാവപ്പെട്ടവരൊക്കെ ആയി പോകുന്ന ഒരു അവസ്ഥ ഉണ്ട്, ഒരു ദുര്യാഗം ഉള്ള അവസ്ഥയുണ്ട്. അപ്പോൾ അതിനൊക്കെ മറികടക്കാനുള്ള സൊല്യൂഷനുകൾ ഇതൊക്കെ ആഗ്രഹിച്ച് വരുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ വരുമ്പോൾ പാർട്ടിക്കും ഇടതുപക്ഷത്തിനും മുന്നണിക്കും ഒക്കെ വലിയ രൂപത്തിലുള്ള കോട്ടങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതിനെ തിരുത്താനുള്ള ഫോർമുലകൾ കൂടി ഞാൻ ഈ പുസ്തകത്തിൽ കുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നാഷണൽ വൈഡ് ആയിട്ട് അത് നമ്മുടെ മറ്റ് സോഷ്യലിസ്റ്റ് പാർട്ടികളും ഫോളോ ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഇംഗ്ലീഷിലേക്കും കൂടി ആക്കുന്നത്. ഏതായാലും ഇത്രയും നേരം പുസ്തകത്തെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും അതുപോലെ കൺസെപ്റ്റും പറഞ്ഞതിന് വളരെ താങ്ക് യു വെരി മച്ച്.